കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിൽ വീണ്ടും പുക ഉയർന്നിരിക്കുകയാണ്. സ്ഥലത്ത് ഇപ്പോൾ കോഴിക്കോട് മേയർ മീന ഫിലിപ്പ് സ്ഥലം സന്ദർശിച്ച ശേഷം പ്രതികരിക്കുകയാണ്. അതിലേക്ക് കാര്യമായിരുന്നു അവർ ചെക്ക് ചെയ്തുകൊണ്ടിരുന്നത്, അവിടെയാണ് സംഭവിച്ചത്. അല്ലാതെ ഈ തന്റെ തീപിടിക്കുകയോ ഒന്നും ചെയ്തതല്ല. അത് ചെക്ക് ചെയ്യുന്നതിനിടയിലാണ് അവർ ചെക്ക് ചെയ്യുന്നത്. എന്തുകൊണ്ടായിരിക്കും? എന്തെങ്കിലും ഇൻവെന്റ് ചെയ്ത് കാണൂല, അവിടെ ഒരു സാധനം ചെയ്ത് കാണണം, അതുകൊണ്ടായിരിക്കും ചെക്ക് ചെയ്തത്. പറഞ്ഞതാണ് നമ്മൾ നമ്മുടെ വീട്ടിൽ ഒരു പുതിയ സാധനം ഇൻസ്റ്റാൾ ചെയ്യാണ്, പുതിയ ഒന്ന് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ഒരു മെഷീന്റെ കാര്യങ്ങൾ നമുക്ക് ചെക്ക് ചെയ്യണ്ടേ? അങ്ങനെ ചെക്ക് ചെയ്തപ്പോൾ സംഭവിച്ചു എന്നാ പറഞ്ഞത്. നമ്മൾ അവിശ്വസിക്കേണ്ട കാര്യമില്ല. അല്ലാതെ ഇതൊക്കെ അവർ പറയണ്ടേ? എന്നോട് ചോദിച്ചാൽ ഞാൻ നമ്മൾ ഒരാൾ പറയും, അത് വിശ്വസിച്ചുകൊണ്ടാണ് ഞാനത് ഏറ്റു പറയുന്നത്. ഞാൻ കണ്ടതാണോ? അല്ല. ഒന്നേ എനിക്ക് പറയാനുള്ളൂ, സത്യാവസ്ഥ അറിയാതെ ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടിട്ട് ദയവായി അതൊക്കെ അവർ ഓരോരുത്തർ ഓരോ കാര്യങ്ങൾ പറയുന്ന പകുതി ചെയ്യുമ്പോഴേക്കും ഓടും. രോഗികളെ പ്രവേശിപ്പിക്കേണ്ടിയിരുന്നു, അത്രയാണ് ചോദ്യം. പ്രവേശിപ്പിച്ചിട്ടില്ലല്ലോ. 6 നില ആരും ഇല്ലായിരുന്നു, 3 നിലയിൽ മാത്രമേ ഉണ്ടായിരുന്നു. പ്രശ്നങ്ങൾ പൂർണ്ണമായും പരിഹരിച്ചതിന് ശേഷം മാത്രമേ പ്രവർത്തന സജ്ജമാക്കൂ. ഫിറ്റ്നസ് ഉള്ള കെട്ടിടത്തിലേക്കാണ്, അപകടമില്ലാത്ത സ്ഥലത്തേക്കാണ് 20ഓളം രോഗികൾ എന്ന് പറയുന്നത്. വരെ കൂടുതൽ സ്ഥലത്താണ് മാറ്റിയിരിക്കുന്നത്. പോകുമ്പോൾ എങ്ങനെയാണ് ഫിറ്റ്നസ് ലഭിക്കുന്നത്? അല്ല, വേറെ കുഴപ്പമില്ലാത്ത സ്ഥലത്തല്ല. എന്തുകൊണ്ടാണ് തീപിടുത്തം അറിയാതെ പിന്നെ എങ്ങനെയാണ് ആരെ അറിയിക്കാതെ പിന്നെ രോഗികളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് അപകടത്തിന്റെ പരിശോധനാ ഫലം പുറത്തു വന്നു മാഡം? അതിന്റെ പറയണ പോലെ അവിടെ തീപിടുത്തമേ ഉണ്ടായി. ഈ ചാനലുകൾ മുഴുവൻ എഴുതി കാണിക്കുന്നത് എന്താ? ഞാൻ മേടിച്ചോടി വരികയാണ്, കട്ടിലൊക്കെ കത്തി. ഞാൻ മുകളിൽ പോയില്ല. 6 നിലയുടെ മുകളിലേക്ക് കയറാനുള്ള ആരോഗ്യം എനിക്കില്ല, ലിഫ്റ്റ് ഇല്ല. ഞാൻ കണ്ടിട്ട് പറയാമെന്ന് വിചാരിക്കും. സോഴ്സിൽ നിന്ന് കെട്ടിയതാണ്. അതെ, നിങ്ങൾ ഇങ്ങനെ ഓടി അങ്ങ് പോയിട്ട് ഞാൻ പോയി. അതിനു വേണ്ടിയാണ് ഞാൻ പോയത്. അവിടെ നിറയെ പുകയുണ്ടായിരുന്നു എന്നാണ് പരിശോധിച്ചവർ പറയുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട്. ഷബീർ ഒമർ വിവരങ്ങൾ നൽകാനായി തുടരുന്നുണ്ട്. ഷബീർ, ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല, അതേസമയം തന്നെ പർവ്വതീകരിച്ച് കാര്യങ്ങൾ പറയേണ്ടതില്ല എന്നാണ് മേയറും പറഞ്ഞു വെക്കുന്നത്, അല്ലേ? മനുഷ്യ, തീർച്ചയായും മേയർ പറയുന്നത് അത്ര വലിയ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ചെറിയ തരത്തിലൊരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി, മറ്റ് തീപിടുത്തമോ കത്തിപ്പിടിക്കലോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണ് മേയർ പറയുന്നത്. അവർ ഇവിടെ വന്ന് ആശുപത്രി അധികൃതരുമായി, മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളും സൂപ്രണ്ടുമായി സംസാരിച്ചതിന് ശേഷമാണ് മേയറുടെ പ്രതികരണം. അത് മറ്റ് ജനങ്ങളെ, രോഗികളെ ആശങ്കപ്പെടുത്തുന്ന നിലയിലേക്ക് പർവ്വതീകരിച്ച് കാണിക്കേണ്ടതില്ല എന്നുകൂടി മേയർ പറയുന്നുണ്ട്. എന്തായാലും ചെറിയ ഷോർട്ട് സർക്യൂട്ട് തന്നെയാണ് ഉണ്ടായത് എന്ന് നേരത്തെ മെഡിക്കൽ കോളേജ് അധികൃതരും പ്രിൻസിപ്പൽ അടക്കം വിശദീകരിച്ചിരുന്നു. പക്ഷേ എന്തുകൊണ്ട് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇന്ന് പരിശോധന നടക്കുകയായിരുന്നു, ഇലക്ട്രിക്കൽ വിഭാഗത്തിന്റെ പരിശോധനകൾ നടക്കുകയായിരുന്നു. പൂർവ്വസ്ഥിതിയിൽ പൂർണ്ണമായും സജ്ജമാക്കുന്നതിന് മുമ്പ് നടത്തുന്ന പരിശോധനയുടെ ഭാഗമായുള്ള പരിശോധനയായിരുന്നു ഇന്ന് 6ാം നിലയിൽ ഓപ്പറേഷൻ തിയേറ്ററുമായി ബന്ധപ്പെട്ട സ്ഥലത്ത് നടത്തിയിരുന്നത്. ഈ പരിശോധന നടക്കുന്ന സമയത്ത് ഈ ഷോർട്ട് സർക്യൂട്ട് എങ്ങനെ ഉണ്ടായി, ഷോർട്ട് സർക്യൂട്ട് എങ്ങനെ സംഭവിച്ചു, എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഉത്തരം തേടേണ്ടതുണ്ട്. ഒപ്പം തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമായി ഉയർന്നു വരുന്നത്. അതായത് ഇന്ന് ഇപ്പോൾ ഈ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി പുക ഉയർന്ന സമയത്ത് തന്നെ രോഗികൾ ഉണ്ടായിരുന്നു. ഇതേ കെട്ടിടത്തിൽ 3ഉം 4ഉം നിലകളിൽ രോഗികൾ ഉണ്ടായിരുന്നു. അതിൽ തന്നെ അവശ്യ രോഗികൾ ഉണ്ടായിരുന്നു എന്നാണ് രോഗിയോടൊപ്പം ഉണ്ടായിരുന്ന ബൈസ്റ്റാൻഡേഴ്സും ഒപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന 3ാം നിലയിൽ ഉണ്ടായിരുന്ന രോഗിയും പ്രതികരിച്ചത്. അപ്പോൾ രോഗികളെ തിടുക്കത്തിൽ പ്രവേശിപ്പിച്ചു. പൂർണ്ണ സജ്ജമാകുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ എല്ലാ നിലയും പരിശോധന പൂർത്തിയായി പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിന് മുമ്പ് രോഗികളെ പ്രവേശിപ്പിച്ചോ എന്നുള്ള
എന്നുള്ള സംശയം കൂടിയാണ് ഉയരുന്നത്. എന്തായാലും പ്രതിപക്ഷ കക്ഷികൾ അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ എം കെ രാഘവൻ MP അടക്കമുള്ളവർ പറയുന്നത് കൃത്യമായ പരിശോധന നടത്താതെ ഇനി രോഗികളെ പ്രവേശിപ്പിക്കരുത്, അക്കാര്യത്തിൽ ഉപേക്ഷ പാടില്ല, വീഴ്ച പാടില്ല, കൃത്യമായി പരിശോധന നടത്തി ഇനി പ്രശ്നമൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമായിരിക്കണം രോഗികളെ പ്രവേശിപ്പിക്കേണ്ടത് എന്നാണ് എം കെ രാഘവൻ MP ഇപ്പോൾ ആശുപത്രി സന്ദർശനത്തിന് ശേഷം പറഞ്ഞത്, ആശുപത്രി അധികൃതരോടും പറഞ്ഞത്. പക്ഷേ പ്രിൻസിപ്പൽ വിശദീകരിക്കുന്നത് ഇലക്ട്രിക്കൽ വിഭാഗത്തിന്റെ അനുമതിയോട് കൂടി അവർ പരിശോധന നടത്തി അനുമതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രോഗികളെ പ്രവേശിപ്പിച്ചത് എന്നാണ് പ്രിൻസിപ്പൽ വിശദീകരിക്കുന്നത്. 3-4 നിലകളിലായിരുന്നു രോഗികളെ പ്രവേശിപ്പിച്ചിരുന്നത്. ഈ 2 നിലകളിലും പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ഇലക്ട്രിക്കൽ വിഭാഗം ഉറപ്പു നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് രോഗികളെ പ്രവേശിപ്പിച്ചത് എന്നുമാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം.